ഇറാനെ തകർക്കാൻ തക്കം പാർത്തിരിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ നിരന്തരം പല രീതിയിലുള്ള ഭീഷണികളും മുന്നറിയിപ്പുകളും പ്രഖ്യാപനങ്ങളുമാണ് നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ ചൈന ആകട്ടെ ഇറാന് ആയുധം നൽകാൻ ഒരുങ്ങുന്നു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രംപ് ആകട്ടെ ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ഇറാന് ആയുധങ്ങൾ നൽകില്ല എന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തന്നോട് നേരിട്ട് ഉറപ്പ് നൽകിയതായുള്ള രീതിയിലാണ് ട്രംപ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇതിനു മുൻപേ ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ചൈനയ്ക്ക് അധിക 50% തീരുവ പോലും ചുമത്തുമെന്ന ഭീഷണി ട്രംപ് മുഴക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ വലിയ രീതിയിൽ ചൈന ഈ ഒരു വാർത്തയോട് പ്രതികരണം അറിയിച്ച് രംഗത്ത് വരികയും ഈ വാർത്ത അവർ പൂർണ്ണം നിഷ്കരുണമായി തന്നെ തള്ളിക്കളയുകയും നിഷേധിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിൽ രാജ്യം ആയുധം നൽകിയാൽ ആ രാജ്യത്തു നിന്നുള്ള ഇറക്കുമതിക്ക് 50% അധിക തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇറാനിലേക്ക് ആയുധങ്ങൾ നൽകുന്നത് അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താൻ അയച്ച കത്തിന് മറുപടിയായി അത്തരം നടപടികളിൽ ചൈന ഏർപ്പെടില്ല എന്നതായിരുന്നു ഇവിടെ രേഖാമൂലം ഷീ ജിൻപിങ് അറിയിച്ചതായി തന്നെ ട്രംപ് വ്യക്തമാക്കിയത്. ഫോക്സ് ബിസിനസ് നെറ്റ്വർക്കിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയവെയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാനിലേക്ക് ആയുധങ്ങൾ നൽകുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമായ കെട്ടുകഥ ആണ് എന്നതാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പോലും ഈ ഒരു വാർത്തയോട് പ്രതികരിച്ചത്. അതായത് ഇറാൻ ഭരണകൂടത്തിന് സൈനിക സഹായം നൽകുന്നുവെന്ന പാശ്ചാത്യ മാധ്യമ റിപ്പോർട്ടുകളാണ് ഇവിടെ ചൈന നിഷേധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ശത്രു നീക്കങ്ങൾ തിരിച്ചറിയാൻ ഇറാനെ സഹായിക്കുന്നുവെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും ഇവിടെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ പേരിൽ അവിടെ തീരുവ വർദ്ധിപ്പിക്കാനാണ് യുഎസിന്റെ തീരുമാനമെങ്കിൽ അതിനെതിരെ ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നും ചൈന ഇവിടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയ്ക്കെതിരായ യുദ്ധത്തിൽ ചൈന ഇറാനെ സൈനികമായി തന്നെ സഹായിക്കുന്നു എന്നതിൽ വാർത്തകൾ വന്നതിന് പിന്നാലെ തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കുകയാണ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക നടപടികൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിലവിൽ നടക്കുന്ന സംഘർഷത്തിൽ തങ്ങൾ അവിടെ ഒരു നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇവിടെ ചൈന ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. മേഖലയിൽ പിരിമുറുക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ ചൈനയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ചൈന ഇറാനെ സാമ്പത്തികമായി തന്നെ സഹായിക്കുന്നുവെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പൂർണ്ണമായും കെട്ടിച്ചമച്ചതും മാത്രമല്ല, വലിയ രീതിയിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് സൈനിക പിന്തുണ നൽകുന്നുവെന്ന ആരോപണം തള്ളിക്കൊണ്ട് ചൈന പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് വന്ന വാർത്തയെക്കുറിച്ച് നേരിട്ട് പരാമർശിക്കാതെയാണ് ചൈന ഇത്തരം ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.